നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും SBIയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ്സ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് വിഭാഗത്തിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഏകദേശം 6/8/2025 മുതൽ 26/8/2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കേരളത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കേരളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. തിരുവനന്തപുരം എന്നുള്ള റീജിയനിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഇവിടെ സർക്കിളാണ് കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം സർക്കിളിൽ ഏത് സ്റ്റേറ്റ് ആണ് വരുന്നത്, അതുപോലെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരം സർക്കിളിൽ കേരള സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളം അറിഞ്ഞിരിക്കുക. മലയാളമാണ് ഇതിൻ്റെ ലാംഗ്വേജ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മലയാളം അറിഞ്ഞിരിക്കണം, അതായത് മലയാളം ലാംഗ്വേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 247 വേക്കൻസി ടോട്ടൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷദ്വീപ് കൂടി ഈ തിരുവനന്തപുരം സർക്കിളിൻ്റെ കീഴിൽ വന്നത് കാണാൻ സാധിക്കും. 3 ഒഴിവാണ് അവിടെ ഉള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് ആകെ മൊത്തം 5180 ഒഴിവുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നല്ലൊരു അവസരം തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 1/4/2025 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2/4/1997 അതുപോലെ തന്നെ 1/4/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കും. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും പ്രായത്തിലുള്ളവ നൽകപ്പെടുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഡിഗ്രി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഡിഗ്രി ഉള്ള ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഫൈനൽ ഇയറോ അല്ലെങ്കിൽ ലാസ്റ്റ് സെമസ്റ്ററൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പക്ഷേ 31/12/2025 എന്ന തീയതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്സായി എന്നുള്ളൊരു പ്രൂഫോ കാര്യങ്ങളോ അവിടെ ഹാജരാക്കേണ്ടതായിട്ട് വരും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഗ്രാജുവേഷൻ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് 2 ഘട്ട പരീക്ഷയൊക്കെയാണ് പറയുന്നത്. പരീക്ഷയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും കേരളത്തിന് ലാംഗ്വേജ് ഏതൊക്കെ ഭാഷയിലാണ് വരുന്നത് നോക്കാം. മീഡിയം ഓഫ് എക്സാം ഏതൊക്കെ ലാംഗ്വേജിലാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്ന ലാംഗ്വേജിലാണ്. നമുക്ക് ഇതിലേതെങ്കിലും ഓപ്റ്റ് ചെയ്യാട്ടോ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ആ ഒരു ലാംഗ്വേജിലാണ് നമുക്ക് പരീക്ഷ വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് അടക്കുകയാണെങ്കിൽ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. SC/ST ഉദ്യോഗാർത്ഥികളൊന്നും അടക്കേണ്ട. ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്നവർ 750 രൂപയാണ് കേട്ടോ അപേക്ഷാ ഫീസ് പറയുന്നത്. അതൊന്നും ശ്രദ്ധിച്ചിരിക്കുക. 750 രൂപ ഫീസ് പറയുന്നുണ്ട്. പിന്നെ കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്ന ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, അതുപോലെ കൊച്ചി, എറണാകുളം, പിന്നെ കൊല്ലം വരുന്ന കാണാൻ സാധിക്കും. കോട്ടയം പറയുന്നുണ്ട്, കോഴിക്കോട് പറയുന്നുണ്ട്, മലപ്പുറം പറയുന്നുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് പറയുന്നുണ്ട്, അതുപോലെ തിരുവനന്തപുരം, അതുപോലെ തൃശ്ശൂർ. ഇത്രയും സ്ഥലത്തൊക്കെയാണ് ഇതിൻ്റെ എക്സാം സെൻറ്റർ. ഈ സ്ഥലങ്ങളിലൊക്കെ എക്സാം സെൻറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 26/8/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.